മൂകം പോലെ കൂടുതലുണ്ടായ കുറെ ആൾക്കാർ മേടിച്ചില്ലേ. അതെ ഇപ്പൊ ബോഡി പാർട്സ് ഒക്കെ കുറെ പുഴയിലും കുറെ മണ്ണില് അടിക്കും. അതെ 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 അപ്പൊ അത് ഒരു ചിലത് ഉള്ളത് വാർത്തകളിൽ. ആ അപ്പോ ഇതേപോലെ ആക്സിഡന്റ് ആയാലും സമയത്ത് ചില ബോഡി പാർട്സ് ചില ആൾക്കാർ ക്ലിയറാവും. ചിലത് ആകുമ്പോ മറവ് ചെയ്യുമ്പോ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് കിട്ടാൻ കാത്തിക്കണോ അതല്ല നമ്മൾ മറവ് ചെയ്താണ്. ഓക്കെ, ജസാക്കല്ലാ ഖൈർ. ചോദ്യം വ്യക്തമാണ്. ഇത്തരം ദുരന്തങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങൾ, ഒരു ആക്സിഡൻറ്റ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ബോഡി പാർട്സുകൾ വേറിട്ട് പോകും. ഇപ്പോൾ വയനാട് ദുരന്തം എടുത്തു നോക്കുകയാണെങ്കിൽ പലരുടെയും കൈ കിട്ടി എന്ന വാർത്തകളാണ് കേട്ടത്, ചിലരുടെ കാലുകൾ കിട്ടിയെന്ന വാർത്തയാണ് കേട്ടത്. അപ്പോൾ ബോഡി പൂർണ്ണമായി കിട്ടാതെ ഇത്തരം അവയവങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത് എങ്കിൽ അതിനെ എങ്ങനെയാണ് മറമാടേണ്ടത്? ബോഡി പൂർണ്ണമായി കിട്ടേണ്ടതുണ്ടോ? അത് കിട്ടിയതിന് ശേഷമാണോ ഇത് മറമാടേണ്ടത് എന്ന് പോലുള്ള ചോദ്യങ്ങളാണ് എഹ്സാൻ കണ്ണൂരിൽ നിന്ന് വിളിച്ച് ചോദിച്ചിട്ടുള്ളത്. എന്താണ് അതിൽ പറയാനുള്ളത്? അപ്പോൾ അപകടങ്ങളുടെ ഘട്ടങ്ങളിൽ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മുറിഞ്ഞു പോവുക, അതുപോലെ തന്നെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോവുക എന്നതൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അള്ളാഹു അത്തരം അപകടങ്ങളെ തൊട്ടൊക്കെ നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ചില സമയത്ത് അപകടത്തിൽപ്പെട്ട വ്യക്തി അദ്ദേഹം മരിച്ചിട്ടുണ്ടാവുകയില്ല, എന്നാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ഭാഗം ശരീരത്തിൽ നിന്ന് അറ്റുപോകുന്ന സാഹചര്യം ഉണ്ടാകും. ആൾ മരിക്കാതെ ശരീരത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് അറ്റുപോയത് എങ്കിൽ ഫുഖഹാക്കൾ ആ വിഷയത്തിൽ പറഞ്ഞതിൽ പ്രമാണങ്ങളോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നതും ശരിയായി മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഏറ്റവും മാന്യമായ രൂപത്തിൽ ആ ശരീരഭാഗങ്ങൾ മറവ് ചെയ്യുക എന്നതാണ്. അത് ഒരു മയ്യത്ത് കുളിപ്പിക്കുന്നത് പോലെ കുളിപ്പിക്കേണ്ട ആവശ്യമോ അതിനുവേണ്ടി നിസ്കരിക്കേണ്ട ആവശ്യമോ അതുപോലെ ഒരു മയ്യത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. നേരെ കൊണ്ടുപോയി മാന്യമായ രൂപത്തിൽ അത് മറവ് ചെയ്യുകയാണ് വേണ്ടത്. മറവ് ചെയ്യുമ്പോഴെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ബോഡി മറവ് ചെയ്യുമ്പോൾ 6 അടി താഴ്ചയിലൊക്കെ മറവ് ചെയ്യാറുണ്ട്. അതുപോലെയുള്ളൊരു മറവ് ചെയ്യലാണോ? അല്ല, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ജീവജാലങ്ങൾ അത് കടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. മനുഷ്യൻ്റെ ശരീരമാണല്ലോ, മനുഷ്യൻ്റെ ശരീരം എന്നുള്ള നിലക്ക് അതിനെന്തുണ്ട്, ആദരവുണ്ട്. ആ നിലക്ക് അതിനൊരു അനാദരവ് ആകുന്ന രൂപത്തിൽ എന്താ പാടില്ല, അത് കുഴിച്ചിടുന്ന മൂടുന്നൊരവസ്ഥ എല്ലാം ഉണ്ടാകുന്നുണ്ട്. അത് ഇനി പുറത്തെടുക്കപ്പെടുന്ന എന്നിട്ട് മറ്റു നായകളും അതുപോലെ മറ്റു ജീവികളൊക്കെ കടിച്ചു വലിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാത്ത രൂപത്തിൽ മാന്യമായ രൂപത്തിൽ എന്താക്കുക, അത് കുഴിച്ച് മൂടുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് രീതി എന്ന് പറഞ്ഞാൽ ഒരു അപകടത്തിൽപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഒരു വിരൽ മാത്രമാണ് നമുക്ക് ലഭിച്ചത് എന്ന് വിചാരിക്കുക, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളൊന്നും ലഭിച്ചില്ല എങ്കിൽ ഈ ഒരു വിരലിന്, ആ ഒരു ലഭിച്ച ചെറിയ വിരലിൻ്റെ ഭാഗമാണെങ്കിൽ പോലും അതിനെ ഒരു പരിപൂർണ മനുഷ്യൻ്റെ മയ്യത്തിനോട് ഏത് രൂപത്തിലാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ രൂപത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത്. അത് കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, അതോടൊപ്പം തന്നെ ആ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുന്നത് പോലെ തന്നെ നിസ്കരിക്കണം. അത് കഴിഞ്ഞ് എങ്ങനെയാണോ മറവ് ചെയ്യുന്നത് ആ രൂപത്തിൽ മാന്യമായ നിലയ്ക്ക് അത് മറവ് ചെയ്യുകയും വേണം. അഥവാ 2 രൂപങ്ങളാണ് ഇവിടെ ഉള്ളതെന്നർത്ഥം. ഒന്ന്, അപകടം പറ്റിയ വ്യക്തി ജീവിച്ചിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നൊരു ഭാഗം അറ്റുപോയിട്ടുണ്ട്, അറ്റുപോയ ഭാഗം തിരിച്ചു കിട്ടി, കൂട്ടിച്ചേർക്കാനോ തുന്നിച്ചേർക്കാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയിലാണ് എങ്കിൽ അത് ഏറ്റവും മാന്യമായ രൂപത്തിൽ അത് കുഴിച്ചിടുക. ഒരിക്കലും എന്താക്കേണ്ടതില്ല, അതിനുവേണ്ടി ഒരു കുളിപ്പിക്കുകയോ നിസ്കരിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. രണ്ടാമത്തത്, അപകടത്തിൻ്റെ ഭാഗമായി ആകെ ബാക്കി ലഭിച്ചത് ഒരു ശരീരത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണെങ്കിൽ പോലും ഒരു മനുഷ്യൻ്റെ ശരീരം മറവ് ചെയ്യുന്ന ഘട്ടത്തിൽ ഇസ്ലാം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് അതേ രൂപത്തിൽ തന്നെയാണ് ആ കാര്യം കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് സൂചിപ്പിക്കാനുള്ളത്.